ഒരു ശ്രദ്ധേയമായ ഫേസ്ബുക്ക് പോസ്റ്റ് KK രമയുടെയായി വന്നിട്ടുണ്ട്. ചിരിമായാതെ മടങ്ങൂ ടീച്ചർ. മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം. മനുഷ്യനെന്ന അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത്. ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ. മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത്. മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളുപിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത്. ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല ടീച്ചർ. ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ്. രമയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ, അതായത് വടകരയിലേക്ക് ഇറങ്ങിച്ചെന്ന ഷാഫി പറമ്പിൽ ആദ്യം പറഞ്ഞത് വടകരക്കാർക്ക് ഒരു അമ്മയുണ്ട്, അത് ടീച്ചർ അമ്മയല്ല, TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കിയ TP ചന്ദ്രശേഖരൻ. प्रसाद मैं क्या दूरी प्रसाद है नहीं लगे आवला ए ए मोबाइल मोबाइल माइक माटे नीचे माइक माटे सब पीछे സുരേഷ് ഗോപിയുടെ ജയം അത് ഐതിഹാസിക വിജയമായി BJP ചരിത്രത്തിൽ രേഖപ്പെടുത്തും. 40% വോട്ടുകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു വലിയ കുതിപ്പാണ്. 12% വോട്ടുകൾ കൂടുതൽ നേടിയാണ്. നമ്മൾ ഇന്നലെ സംസാരിക്കുന്ന BJP നേതാക്കൾ പോലും ഒരു 10,000 വോട്ടിന് മുകളിലുള്ള വിജയം സുരേഷ് ഗോപിക്ക് പ്രെഡിക്റ്റ് ചെയ്തിരുന്നില്ല. അതിപ്പോൾ ഇത്ര വലിയൊരു വിജയം എന്ന് പറയുന്നത് എന്ത് അത്ഭുതമാണ് അവിടെ സുരേഷ് ഗോപി കാഴ്ചവെച്ചത് എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഡാനി പോൾ ഉണ്ട്. ഡാനി, എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ? എത്ര ശതമാനം വോട്ട് നേടിയാണ് തൃശ്ശൂരിൽ താമര വിരിഞ്ഞത്? രഞ്ജിത്ത, പലരും തന്നെയും ഈ ഒരു ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിയെ എഴുതി തള്ളുന്ന ഒരു രീതിയിലേക്കായിരുന്നുവെങ്കിലും അവിശ്വസനീയമായ രീതിയിലേക്ക് സുരേഷ് ഗോപി മത്സരത്തിലേക്ക് തൃശ്ശൂരിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. തൃശ്ശൂരിൽ പണ്ട് പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ എടുക്കുവാണ് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഈ ടൂർണമെന്റ് തുടക്കം മുതൽ ഒടുക്കം ഈ അവസാന റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ 65,000 ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപിക്ക് കാലിടറിയിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു ഘട്ടത്തിൽ പോലും എതിരാളികൾക്ക് അതിനടുത്തേക്ക് വരാൻ പോലും കഴിയാത്ത രീതിയിൽ ബഹുദൂരം പിന്നിലാക്കി അപ്രമാദത്തിൽ തുടരുകയായിരുന്നു. തീർച്ചയായും ശക്തന്റെ മണ്ണിൽ